ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇത് തീർന്നില്ലേ? പല വ്യക്തികളും ഈ വ്യക്തികളെല്ലാം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെ കാണുന്നത് അല്ലെങ്കിൽ ഈ സംഭവത്തിനെ ജനങ്ങളിലേക്ക് വിടുന്നത് ഇതൊരു തീട്ടക്കേസായിട്ടോ ഇതല്ലെങ്കിൽ ഒരു കൊള്ളാത്തൊരു കേസായിട്ടാണ്. അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രദർ, ഇത് ഇങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും എന്തുകൊണ്ട് ഈ തീട്ട കേസിന് ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തിന് നിങ്ങൾക്ക് ഇത് പറയുന്ന ആൾക്കാരും ഇത് സംസാരിക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവർക്ക് ഇത് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവർക്കിത് താല്പര്യമില്ലാത്ത പോലെയാണ് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവർ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് പറയേണ്ട കാര്യം 40 മിനിറ്റ് വലിച്ചു നീട്ടിയിട്ട്? തനിക്കറിയാലോ എൻ്റെ അവസ്ഥ. ഞാൻ ഇന്നിവിടുന്ന് മാറിയാൽ കോടികളുടെ നഷ്ടം. അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേസും തൊപ്പിയുടെ ഫേസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് അല്ലെങ്കിൽ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഫേസ് വെച്ച് എന്തുകൊണ്ട് ഇതേ മാറ്റർ ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 50-ൽ 100-ൽ കൂടുതൽ കണ്ടന്റ്സ് ഡെയിലി എന്തുകൊണ്ട് ആൾക്കാർ ഇടുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട് സമൂഹത്തിന് നല്ലതായ കാര്യമല്ല, സമൂഹത്തിന് ഇതായിട്ടുള്ള കാര്യമല്ല, സമൂഹത്തിന് മോശമായ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്, ഇത് തീട്ട കേസാണ്, ഇത് അങ്ങനെയുള്ള കേസാണ്. തീട്ടങ്ങൾ ഉണ്ടാക്കി വെച്ച തീട്ട കേസാണ്. ഈറ്റങ്ങൾ തീട്ടങ്ങളാണ്. ദേഷ്യം വന്നപ്പോ ഞാൻ സംസാര ഭാഷയിൽ അല്പം പിന്നോക്കം പോയി. റീലിൽ കാണുന്ന പോലെ എല്ലാ റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കണം. പെൺകുട്ടികൾ ഇങ്ങനെ കണ്ട ഫോട്ടോ എടുക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാരോപദേശം സീരിയസ് നടത്തിയിട്ടുണ്ട് ഈ വീഡിയോനകത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർക്ക് അരി വാങ്ങണമെങ്കിൽ ഇവർക്ക് എൻ്റെ ഫേസും ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ ഫേസോ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള വേറൊരാളുടെ ഫേസോ ഇവർക്ക് വെച്ചേ പറ്റൂ. സംഭവം ഇത് തീട്ടക്കേസാണ്. പക്ഷേ അവർക്ക് ഈ തീട്ടക്കേസ് വെച്ച് 10 മിനിറ്റുള്ള വീഡിയോ വെച്ച് അരമണിക്കൂർ ഇത് നീട്ടുകയും വേണം, എന്നാൽ തംബ്നെയിൽ നമ്മളെ ഫോട്ടോ വെക്കുകയും വേണം, എന്നാൽ ഇത് തീട്ടക്കേസ് വന്നു. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഫിഗറായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ നമ്മളടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന ഗേൾസ് അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന ബോയ്സ് ആരായാലും, എസ്പെഷ്യലി ഗേൾസിനോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അത് ഈ പറഞ്ഞ പോലെ അവരുടെ കണ്ടൻസ് കണ്ടിട്ടും അവരുടെ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ അവരുടെ ഈ പോസ്റ്റ് ലൈഫ് കണ്ടിട്ടും അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ കണ്ടൻസ് കണ്ടിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഒക്കെ വരിക. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്തും പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളായിക്കൊണ്ട് ഞാൻ പറയുന്നതാണ്. ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിലൊരു സത്യത്തിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. ഇതിപ്പം ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കിത് സത്യമെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യമല്ല എന്ന് പറയണം, മനസ്സിലായോ?